Hello everyone, welcome back to I4CUT track. സോ നമ്മൾ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. ആകെ 24 ദിവസമാണ് അല്ലേ നമ്മളെ മുന്നിലുള്ളത്. 24 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമുക്കറിയാം നമ്മളെ സിലബസിൽ കുറേ തിയറീസോ കുറേ കാണാതെ പഠിക്കാനൊന്നുമില്ല അല്ലേ. കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കാണ് വേണ്ടത്. കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താക്കാം, എക്സാം സിമ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. എത്ര പ്രോബ്ലംസ് കിട്ടുന്നോ എവിടുന്നൊക്കെ കിട്ടുന്നോ അതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. നമ്മൾ കുറേ ക്ലാസ്സസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രോബ്ലംസും കിട്ടുമ്പോൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാൽ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താം. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് ആണ്. പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് പലർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു ടോപ്പിക് ആയിരിക്കും പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ഇത് നമ്മുടെ മാത്സിൽ വരുന്നതാണ് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പലരും ഇത് ഒഴിവാക്കാറാണ് ഉള്ളത്. സാധാരണയായിട്ട് ഇത് വേണ്ടല്ലോ, എന്തിനാണ് ഇത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടുന്നതാണ് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് പഠിക്കാൻ. നമ്മൾ എല്ലാ ക്ലാസ്സിലെ പോലെ തന്നെ നമ്മൾ ചെറിയ 1-2 തിയറീസ് പഠിച്ച് 1-2 ഇക്വേഷൻ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലെ ഫുൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് തുടങ്ങാം. സോ എന്താണ് ഈ സിസ്റ്റേൺസ്? എന്താ ഈ സിസ്റ്റേൺസ്? ഈ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതിനാണ് ടാങ്കില്ലേ, വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക്, റിസർവോയറിനൊക്കെ നമ്മൾ സിസ്റ്റേൺസ് എന്നും പറയും. ഓക്കെ, നമുക്കറിയാം ഒരു ടാങ്ക്, ഒരു ടാങ്കിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ മുകളിലൂടെ ഒരു പൈപ്പ് ഉണ്ടാവും. ദെൻ ആ ടാങ്കിനെ എംറ്റി ആക്കാൻ താഴെ കൂടി ഒരു പൈപ്പ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണാം, മുകളിലൂടെ ഒരു പൈപ്പ് ഉണ്ടാവും, വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്യും ആ ടാങ്കിലേക്ക്. ദെൻ താഴെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ട് കൈ കഴുകുകയൊക്കെ ചെയ്യും ഇല്ലേ. അപ്പൊ എന്താണ്, താഴെ കൂടെ ആ വെള്ളം എടുക്കുമ്പോൾ ആ ടാങ്കിലുള്ള വെള്ളം എംറ്റി ആയി പോവാണ് ചെയ്യുന്നത്. മുകളിലൂടെ വെള്ളം വരുമ്പോൾ അതെന്താ ചെയ്യുന്നത്, ആ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മുകളിലൂടെയുള്ള ഈ പൈപ്പിനെ നമ്മൾ പറയുന്നത് ഇൻലെറ്റ് പൈപ്പ് എന്നാണ്. ഓക്കെ, ഇൻലെറ്റ് പൈപ്പ് എന്നാണ്. ഇൻലെറ്റ് പൈപ്പ് എന്താ ചെയ്യുന്നത്, ഫില്ല് ചെയ്യൂ അല്ലെ, ടാങ്കിൽ ഫില്ല് ചെയ്യും. ദെൻ ഇതിനെ പറയാം നമ്മള് ഔട്ട്ലെറ്റ് പൈപ്പ് എന്നാണ്. ഔട്ട്ലെറ്റ് പൈപ്പ് എന്താ ചെയ്യാ, ടാങ്കിനെ എംറ്റി ആക്കും അല്ലെ. ദെൻ എന്താണ് ഇതെന്തായിരിക്കും, ഇതിനെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടാങ്ക് എന്നായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ റിസർവോയർ എന്നായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടാങ്ക്, റിസർവോയർ അല്ലെങ്കിൽ സിസ്റ്റേൺസ് എന്നായിരിക്കും. ഓക്കെ, ടാങ്ക്, റിസർവോയർ, സിസ്റ്റേൺസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിലുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ മുകളിലൂടെയുള്ള പൈപ്പ് ഇൻലെറ്റ് പൈപ്പാണ്, താഴെക്കൂടെയുള്ള പൈപ്പ് എന്താണ്, ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇൻലെറ്റ് പൈപ്പ് എന്താണ്, വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഔട്ട്ലെറ്റ് പൈപ്പ് എന്താക്കാണ് ചെയ്യുന്നത്, അത് എംറ്റി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻലെറ്റ് പൈപ്പിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക, ഫില്ല് ചെയ്യുന്ന ഈ പൈപ്പിനെ റെപ്രസെന്റ് ചെയ്യുക 1/x എന്നാണ്. വേറെ എക്സ് എന്ന് പറയുന്നത് എത്ര ടൈമാണോ നമ്മൾ ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്, ആ പൈപ്പ് എത്ര ഹവേഴ്സ് ആണ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്, അതാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1/ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. ഓക്കെ, ദെൻ എംറ്റി ആക്കുന്ന, അതായത് ഔട്ട്ലെറ്റ് പൈപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക -1/y എന്നാണ്. ഇവിടെ മൈനസ് ഉണ്ടാവും, ബിക്കോസ് എന്താണ്, അത് എംറ്റി ആക്കുകയാണ് ചെയ്യുന്നത്. അത് കുറഞ്ഞു വരിക, വെള്ളം കുറഞ്ഞു വരിക ചെയ്യുന്നത്, അതിലൂടെ വെള്ളം ഒഴിവായി പോകുമ്പോൾ വെള്ളം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ -1/y എന്നാണ് ഔട്ട്ലെറ്റ് പൈപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വേർ y എന്ന് പറയുന്നത് എന്തായിരിക്കും, ടൈം ടേക്കൺ ടു എംറ്റി ദ ടാങ്ക്. ഓക്കെ, ആ പൈപ്പ് എത്ര ടൈമാണോ ആ ടാങ്കിനെ എംറ്റി ആക്കാൻ എടുക്കുന്നത്, ആ ടൈമിനാണ് നമ്മൾ y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇൻലെറ്റ് പൈപ്പ് 1/x ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ് -1/y. ഓക്കെ, അപ്പൊ ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കണം. എന്താന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ ടേംസ് ഒക്കെ കാണാൻ പറ്റും. ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, ടാങ്ക്, റിസർവോയർ, പിന്നെ എന്താണ് സിസ്റ്റേൺസ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തറിയണം, ഈ ഒരു ടേംസ് ഒക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയണം. ഓക്കെ, ഇthen നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 pipe A and B can fill a tank in 36 hours and 45 hours. If both pipes are opened simultaneously, how much time
will it take to fill the tank എന്നാ ചോദിച്ചത്. അപ്പൊ എ ബി രണ്ട് പൈപ്പ് ഉണ്ട്. ആ എ എന്ന് പറഞ്ഞ പൈപ്പ് എത്ര ഹവേഴ്സ് എടുക്കുന്നുണ്ട്? 36 ഹവേഴ്സും ബി എന്ന് പറഞ്ഞ പൈപ്പ് 45 ഹവേഴ്സും ആണ് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എയും ബിയും ഒരുമിച്ച് നമ്മൾ തുറക്കുകയാണെങ്കിൽ, ഇവിടെ എയും ബിയും ഉണ്ട് ടാങ്കിൽ, എയും ഉണ്ട് ബിയും ഉണ്ട്. ദെൻ എയും ബിയും ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും ആ ടാങ്ക് ഫില്ല് ആവാൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇൻലെറ്റ് പൈപ്പാണ് എ. എനെങ്ങനെ 1/x എന്നാ പറഞ്ഞത്, അത് റെപ്രസെന്റ് ചെയ്യുക. അതായത് 1/, എത്രയാണ്? 36. ബി എന്ന് പറയുന്നതോ 1/45 അല്ലേ? ഓക്കെ. ദെൻ ഇത് ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ എത്ര ടൈം ആയിരിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് നമ്മൾ എങ്ങനെയാ കാണാന്ന് വെച്ചാൽ ടൈം ടേക്കൺ ടു fill the tank എന്ന് പറയുന്നത് നമ്മൾ കാണാന്ന് വെച്ചാൽ 1/36 പ്ലസ് 1/45 ആണ്. ഓക്കെ, 1/36 പ്ലസ് 1/45 ആണ്. ഇങ്ങനെ വരുമ്പോ എങ്ങനെ ചെയ്യാന്നറിയോ? നമുക്ക് ഇങ്ങനെ വരുമ്പോ 1/, എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ a/b പ്ലസ് b/c എന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. 45 × 1 പ്ലസ് 36 × 1 ഡിവൈഡഡ് ബൈ 36 × 45 എന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് വേറൊരു മാർഗം ഉണ്ട്. ഞാൻ വേറൊരു രീതിയിലാണ് ഇന്ന് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് 36ന്റെ 45ന്റെ LCM എത്ര? LCMന്റെ ക്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ LCM ആൻഡ് HCFന്റെ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് LCM ആൻഡ് HCFന്റെ ക്ലാസ് ഒന്ന് കേൾക്കുക, എന്നിട്ട് ഇതൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ LCM ഓഫ് 36 ആൻഡ് 45 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 180 എന്ന് കിട്ടും. LCM ആൻഡ് HCF ഓഫ് 36,45 എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ദെൻ 36 ഇൻറ്റു എത്ര ആയിരിക്കും 180? 180ൽ എത്ര 36 ഉണ്ട്? 180ൽ 5 36 അല്ല ഉള്ളത്. 5 × 36 180. ഓക്കെ, ദെൻ പ്ലസ് 45ൽ എത്ര 180 ഉണ്ട്? സോറി, 180ൽ എത്ര 45 ഉണ്ട്? 4 അല്ലേ? ദെൻ 5 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 180 ആയിരിക്കും. അതായത് 9/180 ദാറ്റ്സ് ഈക്വൽ ടു 1/20 എന്ന് കിട്ടും. 1/20 എന്ന് പറഞ്ഞാൽ 20 ഹവേഴ്സ് ആണ് ഇതെന്താണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം. ഓക്കെ, 20 ഹവേഴ്സ് ആണ്. അതായത് നമ്മൾ കിട്ടിയത് 1/, എത്രയാണോ 1/, എത്രയാണോ അത്ര ഹവേഴ്സ് ആയിരിക്കും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം. അപ്പൊ നമ്മൾ 1/, എത്രയാണോ കിട്ടുന്നത് നോക്കുക, അതായിരിക്കും നമ്മളെ ടൈം. ഓക്കെ, അപ്പൊ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ടുഗെദർ എന്ന് പറയുന്നത് എന്താണ്? 20 ഹവേഴ്സ് ആണ്. ഓക്കെ, 20 ഹവേഴ്സ്. അപ്പൊ നമ്മളെ ആൻസർ 20 ഹവേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 pipe can fill a reservoir in 10 hours and 12 hours respectively, while third pipe empties full tank in 20 hours. If all the 3 pipes operate simultaneously, how much time will the tank be filled എന്നാ ചോദിച്ചത്. അപ്പോൾ നമുക്ക് 3 പൈപ്പ് ഉണ്ട്. ഇവിടെ 3 പൈപ്പ് ഉണ്ട്. എങ്ങനെ? മുകളിലൂടെ 2 പൈപ്പ് വരുന്നുണ്ട്, ദെൻ താഴെ കൂടെ ഒരു പൈപ്പും ഉണ്ട്. അപ്പോൾ 2 പൈപ്പ്, ആദ്യത്തെ മുകളിലൂടെ വരുന്ന ഫില്ല് ചെയ്യുന്ന 2 പൈപ്പ് എത്ര ടൈമാ ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്? 10 ഹവേഴ്സും 12 ഹവേഴ്സും ആണ് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്. ആദ്യത്തെ പൈപ്പ് 10 ഹവേഴ്സ് എടുക്കുന്നു, രണ്ടാമത്തെ പൈപ്പ് 12 ഹവേഴ്സ് എടുക്കുന്നു ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് പൈപ്പ് എന്തായിരിക്കും? തേർഡ് പൈപ്പ് നമുക്ക് എംപ്റ്റി ആക്കുന്ന പൈപ്പാണ്, അതായത് ഔട്ട്ലെറ്റ് പൈപ്പാണ്. അത് ആദ്യത്തെ 2 പൈപ്പ് ഇൻലെറ്റ് പൈപ്പാണ്, മൂന്നാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഓക്കെ, ഔട്ട്ലെറ്റ് പൈപ്പ് എന്താണ്? എംപ്റ്റി ആക്കൂലേ ടാങ്കിനെ. അത് എംപ്റ്റി ആക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 ഹവേഴ്സ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ദ ടാങ്ക് ടു ബി ഫിൽഡ് എന്നാണ് ചോദിച്ചത്. ആ ടാങ്ക് ഫില്ല് ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു? നമുക്ക് പറയാം, ഇൻലെറ്റ് പൈപ്പിനെ നമ്മൾ 1/x എന്ന് റെപ്രസെന്റ് ചെയ്യൂ അല്ലേ. അപ്പോൾ ആദ്യത്തെ പൈപ്പിനെ നമുക്ക് 1/10 റെപ്രസെന്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പൈപ്പ് പ്ലസ് രണ്ടാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് 1/12 ആണ്. മൂന്നാമത്തെ പൈപ്പ്
എന്താണ് ഇൻലെറ്റ് പൈപ്പ് അല്ല, ഔട്ട്ലെറ്റ് പൈപ്പാണ് അല്ലെ. ഔട്ട്ലെറ്റ് പൈപ്പിനെ -1/y എന്നാണ് നമ്മൾ -1/y എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്രയാണ് y എന്ന് പറയുന്നത് 20 ഹവേഴ്സ്. അപ്പൊ -1/20 ഇതായിരിക്കും ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ. ആകെ ഇവരെ ഒന്നിച്ച് തുറന്നു വെച്ചാൽ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 1/10 + 1/12 ആദ്യം ചെയ്ത് നോക്കാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത് 1/20 മൈനസ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ അങ്ങനെ ചെയ്തോ. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 10 LCM ഓഫ് 10, 12, 20 അതെത്ര നോക്കുക. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ. അപ്പോൾ LCM ഓഫ് 10, 12 and 20 എന്ന് പറയുന്നത് എത്ര? ഇവർ ഏറ്റവും ചെറിയ മൾട്ടിപ്ലയർ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 60 ആണ്. അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പൊ 60 ആണ് നമ്മളെ LCM ഓഫ് 10, 12 and 20 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 60 ചെയ്ത ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും. ദെൻ മുകളിൽ ഇപ്പോൾ 60ൽ 10 എത്ര പ്രാവശ്യം പോവും? 60ൽ എത്ര പ്രാവശ്യം പോവും? 10 6 പ്രാവശ്യം പോവും അല്ലേ. ദെൻ 12 എത്ര പ്രാവശ്യം പോവാ? 5 അല്ലേ. ദെൻ 20 എത്ര പ്രാവശ്യം പോവാ? 3 അല്ലേ. 3 പക്ഷെ എന്താണ് 6 + 5 ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് ആവേണ്ടേ. ഓക്കെ, 10 6 പ്രാവശ്യം പോവും. ദെൻ 12 5 പ്രാവശ്യം പോവും. ദെൻ 20 3 പ്രാവശ്യം പോവും. പക്ഷെ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും മൈനസ് ഇടാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 11 - 3/60 എന്ന് കിട്ടി. അതായത് എത്രയാണ് 11 - 3 എന്ന് പറയുമ്പോൾ 8 അല്ലേ. 8/60. 8/60 എന്ന് പറയുമ്പോൾ 4/30. 4/30നെ പിന്നെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ 2/15 എന്ന് കിട്ടും അല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1/, എത്രയാണോ അതായിരിക്കും നമ്മളെ ടൈം. 1/, എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ 2/15 എന്നല്ലേ പറഞ്ഞ്, അതിനെ നമുക്ക് ഇനി ചെറുതാക്കാനും കഴിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സംഖ്യകളെ 1/, എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/, ഇതെത്രയാണോ അതിന്റെ റെസിപ്രോക്കൽ ഇടുക. 15/2. ഓക്കെ, 1/15 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും 2/15 എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ 3/4 3/4നെ നമുക്ക് 1/, എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ 1/4/3 ആയിരിക്കും. 1/, ഇതിന്റെ റെസിപ്രോക്കൽ ഇത് തിരിച്ചെഴുതിയത്. ഓക്കെ, അപ്പൊ 1/15 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതായത് 15 ഡിവൈഡഡ് ബൈ 2 ഹവേഴ്സ് ആണ് എന്ത്? 15 ഡിവൈഡഡ് ബൈ 2 ഹവേഴ്സ് ആണ് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. 15 ഡിവൈഡഡ് ബൈ 2 ഹവേഴ്സ്. ഓക്കെ, 15/2 ഹവേഴ്സ് ആയിരിക്കും. ദെൻ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യുക. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. ഇത് നോക്കിക്കേ. എ പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ x ഹവേഴ്സ്. ഡ്യൂ ടു ദ ലീക്ക് ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ y ഹവേഴ്സ്. ടൈം ടേക്കൺ ബൈ ലീക്ക് ടു എംപ്റ്റി ദ ടാങ്ക് ഈസ്. ടൈം ടേക്കൺ ബൈ ലീക്ക്, അതായത് x ഹവേഴ്സ് എടുക്കുന്നുണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ. ഓക്കെ, y ഹവേഴ്സ് ആണ് അത് എംപ്റ്റി ആക്കാൻ എടുക്കുന്ന ടൈം. ഓക്കെ, ഒരു പൈപ്പ് x ഹവേഴ്സ് ഫില്ല് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ദെൻ ഡ്യൂ ടു സം ലീക്കേജ് ഇറ്റ് ഫിൽഡ് ഇൻ. ഓക്കെ, അതായത് ഒരു പൈപ്പ് x ഹവേഴ്സ് എടുക്കുന്നുണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ. പക്ഷെ ആ ടാങ്കിൽ സം ലീക്കേജ് ഉണ്ട്. അപ്പൊ എന്താണ്, ആ ലീക്കേജ് കാരണം അതിന് y ഹവേഴ്സിലാണ് ഫില്ല് ആവാൻ പറ്റുന്നത്. ഓക്കെ, x ഹവേഴ്സ് ആണ് ശരിക്കും അത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം. പക്ഷെ ഡ്യൂ ടു സം ലീക്കേജ് എന്താണ്, അത് y ഹവേഴ്സിലാണ് ഫില്ല് ആവുന്നത്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചത് ആ ടാങ്ക് എംപ്റ്റി ആവാൻ എത്ര ടൈം എടുക്കുന്നു? ഡ്യൂ ടു ദ ലീക്കേജ്, ആ ലീക്കേജ് കാരണം ആ ടാങ്ക് ഫുൾ എംപ്റ്റി ആവാൻ എത്ര ടൈം എടുക്കുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് xy ഡിവൈഡഡ് ബൈ y/x. ഓക്കെ, xy ഡിവൈഡഡ് ബൈ y - x. അതായത് ഇവിടെ x എന്ന് പറയുന്നത് ആ പൈപ്പ് പിന്നെ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോ y എന്ന് പറയുന്നത് ഡ്യൂ ടു ലീക്കേജ്, ആ ലീക്കേജ് കാരണം ഇപ്പൊ ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ ആ ടാങ്ക് എംപ്റ്റി ആക്കാൻ എത്ര ടൈം എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? xy ഡിവൈഡഡ് ബൈ y - x.
ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. A pump can fill a tank with water in 2 hours. Because of the leak, it took 2 into 1/3 hours to fill the tank. The leak can drain all the water in. അതായത് ഒരു പമ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ വിത്ത് വാട്ടർ ഇൻ 2 hours. ഒരു പമ്പ് എന്താണ് 2 hours എടുക്കുന്നുണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണ് ബിക്കോസ് ഓഫ് ദി ലീക്ക്, ആ ലീക്ക് കാരണം എന്തായിരിക്കും, ലീക്കേജ് കാരണം 2 into 1/3 hours ആണ് ഇപ്പൊ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ദെൻ നമ്മളോട് ചോദിച്ചത് ആ ലീക്ക് കാരണം ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് എം ടി ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അല്ലേ എക്സ്. അതായത് എത്ര ഹവേഴ്സ് ആണ്, 2 hours ആണ്. ദെൻ എന്തായിരിക്കും വൈ എന്ന് പറയുന്നത് ലീക്കേജ് കാരണം അത് എത്ര ടൈമാണ് ഇപ്പൊ എടുക്കുന്നത് എന്ന്. അതായത് എത്ര ആയിരിക്കും, 2 into 1/3. 2 into 1/3 എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 into 1/3 എങ്ങനെ എഴുതുക, 3 into 2 plus 1 അല്ലേ, 3 into 2 plus 1/3 എന്നായിരിക്കും. അതായത് 3 into 2 6 plus 1/3 എന്ന് പറയുന്നത് 7/3. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണ്, വൈ ഈക്വൽ ടു 7/3 ആണ്. പക്ഷെ നമുക്ക് എം ടി ആക്കാൻ എടുക്കുന്ന ടൈം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് വൈ മൈനസ് വൈ മൈനസ് എക്സിൽ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് അല്ലേ. അപ്പൊ എന്താണ് എക്സ് വൈ എന്ന് പറയുന്നത് 2 into 7/3 ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 7/3 മൈനസ് 2 അല്ലേ. 2 into 7/3 എന്ന് പറയുമ്പോൾ 14 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 7/3 മൈനസ് 2 എന്ന് പറയുന്നതോ 7 മൈനസ് 6/3. അതായത് 14 ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ 1/3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് 3യും 3യും ക്യാൻസൽ ആക്കും, 14 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 14. അപ്പൊ 14 hours ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഒരു ടൈം പറഞ്ഞു, ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ ഒരു പൈപ്പ് എടുക്കുന്ന ടൈം പറഞ്ഞു. ദെൻ ഡ്യൂ ടു സം ലീക്കേജ് അതെന്താണ്, അത് സാധാരണത്തേക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ടൈമാണ് ആ ടാങ്ക് എം ടി ആവാൻ എടുക്കുന്ന ടൈം എന്ന് ചോദിച്ചാൽ എന്താ പറയാ, എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. ഓക്കെ, എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുക. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, there is a leak in the bottom of the tank is repaired. It would take 3.5 hours, but now it takes half an hour longer. If tank is full, how long it take to fill the tank? Okay, then അപ്പോൾ there is a leak in the bottom of the tank. അപ്പോൾ ടാങ്കിൽ കുറച്ച് ലീക്ക് ഉണ്ടായതുകൊണ്ട് എന്താണ് 3.5 hours ആണ് അത് ഫില്ല് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ബട്ട് നൗ ഇറ്റ് ടേക്സ് ഹാഫ് ലോങ്ങർ. സോറി, അതായത് നമ്മൾ സാധാരണയായിട്ട് ആ പൈപ്പ് എടുക്കുന്നത് 3.5 hours ആണ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സം ലീക്കേജ് കാരണം എന്താണ് ഇപ്പൊ 0.5, അതായത് ഹാഫ് അവർ കൂടുതൽ എടുക്കുന്നുണ്ട് ആ ടാങ്ക് ഇപ്പൊ ഫില്ല് ആവാൻ വേണ്ടിയിട്ട്. ആദ്യം സാധാരണ എടുക്കുന്നത് 3.5 hours ആണ്. ഇപ്പൊ എന്താണ് ഒരു 0.5 hour കൂടിയും ഹാഫ് അവർ കൂടിയും കൂടുതൽ എടുക്കുന്നുണ്ട് ആ ടാങ്ക് ഫില്ല് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര ടൈം ആയിരിക്കും ആ ടാങ്ക് ഫുള്ള് ഫില്ല് ആവാൻ വേണ്ടിയിട്ട് എടുക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് അല്ലേ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് എന്താണ്, അത് എത്ര ടൈമാണോ ഇത് ഫില്ലാവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് അല്ലെ. അത് എത്ര ടൈം ആയിരുന്നു, 3.5 hours ആയിരുന്നു എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് എത്ര ടൈം എടുക്കുന്നുണ്ട്, ഡ്യൂ ടു സം ലീക്കേജ് അത് എടുക്കുന്ന ടൈം പറയുന്നത് ഹാഫ് അവർ ലോങ്ങർ. അപ്പൊ 3.5 hourനെക്കാട്ടും ഒരു ഹാഫ് അവർ കൂടുതൽ എന്ന് പറയുന്നത് 4 hour ആയിരിക്കും അല്ലെ. സോ അപ്പൊ എങ്ങനെ കാണാം, 3.5 into 4 ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും, 4 into 4 minus 3.5 അല്ലേ. അതായത് 3.5 into 4 എന്ന് പറയുന്നത് 3.5 into 2 എന്ന് പറയുമ്പോൾ 7 into 2 14 ഡിവൈഡഡ് ബൈ 4 minus 3.5 എന്ന് പറയുന്നത് 0.5, 14 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ 7. അപ്പൊ 7 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ. ദെൻ അവസാനമായിട്ട് നമ്മൾ
വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, two pipe P and Q would fill the tank in 24 hours and 32 hours respectively. If both pipes are opened together, find when the first pipe must be turned off so that tank is filled in 16 hours. അതായത് 2 pipes P and Q would fill the tank in 24 hours and 32 hours എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് പൈപ്പും ഓപ്പൺ ചെയ്ത് then find when first pipe must be turned off so that tank is filled in 16 hours. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഈ എക്സും വൈയും എടുത്തിട്ടോ അല്ലെങ്കിൽ A/B ഫോമിൽ എഴുതിയിട്ട് പല രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷേ ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുകയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, ഒരൊറ്റ ഇക്വേഷൻ കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ 1 മൈനസ് full tank time taken to fill the tank, ഈ ടാങ്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് പൈപ്പ് ടൈം ഇൻറ്റു സെക്കൻഡ് പൈപ്പ് ടൈം. Okay, 1 minus full tank time divided by first pipe time into എന്താണ് സെക്കൻഡ് പൈപ്പ് ടൈം. ഓക്കെ, ദെൻ അപ്പോൾ എന്തായിരിക്കും 1 മൈനസ് എന്തായിരിക്കും ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നത്? സോ ദാറ്റ് ടാങ്ക് ഫിൽഡ് ഇൻ 16 hours എന്ന് പറയുന്നത്. ഒരുമിച്ച് തുറക്കുമ്പോൾ 16 hours എന്ന് പറയുന്നത്. അപ്പോൾ 16 ഫസ്റ്റ് പൈപ്പ് ടൈം എത്രയാണ്? ഒന്നാമത്തെ പൈപ്പ് തുറക്കുമ്പോൾ എത്ര ടൈമാണ് എടുക്കുന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്? 24 അല്ലേ? മൈനസ് എത്രയാണ്? 32. അതായത് 1 മൈനസ് 16/24 എന്ന് പറയുമ്പോൾ എത്ര 8 ഉണ്ട്? 16ൽ എത്ര 8 ഉണ്ട്? 2 8 അല്ലേ? ദെൻ 24ൽ എത്ര 8 ഉണ്ട്? 3 8 അല്ലേ? 1 മൈനസ് 2/3 ഇൻറ്റു 32 എന്ന് വരും. ദെൻ എത്രയായിരിക്കും? 1 മൈനസ് 2/3 ഇൻറ്റു 32. അതായത് 2/3. 1 മൈനസ് 2/3 എന്ന് പറയുമ്പോൾ 3 മൈനസ് 2. 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1/3. 1/3 ഇൻറ്റു 32 എന്ന് വരും. ദെൻ എത്രയായിരിക്കും കിട്ടുക? ഓക്കെ, ദെൻ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇത് എത്ര കിട്ടുന്നത് നോക്കിയേ. വൺ മൈനസ് 2 ബൈ ഫസ്റ്റ് പൈപ്പ് ടൈം ആൻഡ് 32 hours. ഓക്കെ, അപ്പൊ എന്താണ് 1 മൈനസ് 16 ഡിവൈഡഡ് ബൈ 24. 16 hours ആണ് നമുക്ക് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ദെൻ ഫസ്റ്റ് പൈപ്പ് ടൈം ചെറിയൊരു തെറ്റുണ്ട്. 1 മൈനസ് ഫുൾ ടാങ്ക് ടൈം ഡിവൈഡഡ് ബൈ സെക്കൻഡ് പൈപ്പ് ടൈം ഇൻറ്റു ഫസ്റ്റ് പൈപ്പ് ടൈം ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 1 മൈനസ് ഫുൾ ടാങ്ക് ടൈം ഡിവൈഡഡ് ബൈ സെക്കൻഡ് പൈപ്പ് ടൈം ഇൻറ്റു ഫസ്റ്റ് പൈപ്പ് ടൈം ആണ്. ഓക്കെ, അതാണ് തെറ്റ്. ദെൻ ഇനി ഒന്ന് ചെയ്ത് നോക്കേ. 1 മൈനസ് ഫുൾ ടാങ്ക് ടൈം 16 ഡിവൈഡഡ് ബൈ സെക്കൻഡ് പൈപ്പ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 32 ഇൻറ്റു 24 ആണ് വരിക. അതായത് 1 മൈനസ് 32ൽ എത്ര 8 ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? ദെൻ 16ൽ 2 8 ഉണ്ട്. 32ൽ എത്ര 8 ഉണ്ട്? 4 8 ഉണ്ട് അല്ലേ? ഇൻറ്റു 24. അതായത് ഇതെത്രയായിരിക്കും? 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 6. അപ്പൊ 6 ഇൻറ്റു 2 12. 1 മൈനസ് 12. ഓക്കെ, അപ്പൊ 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ 3 ആണ് നമുക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ദെൻ എല്ലാവരും നല്ലോണം നോക്കുക, നല്ലോണം പഠിക്കുക. കുറച്ച് പഠിക്കാനുള്ളൂ. കുറേ ഒന്നും നിങ്ങൾക്ക്
തിയറീസും കാര്യങ്ങളൊന്നും നോക്കാനില്ല. അപ്പൊ നല്ലോണം ചെയ്യുക, എല്ലാം നോക്കി അടിപൊളിയായിട്ട് പഠിക്കട്ടോ. ഓക്കെ, ബൈ ബൈ.